ബലിപ്പെരുന്നാളിനെ ആഹ്ലാദത്തോടെ വരവേൽക്കാനൊരുങ്ങി കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ. പരസ്പരം സ്നേഹം കൈമാറി വിശ്വാസികൾ ഇന്ന് പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗം അനുസ്മരിക്കും. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും മസ്ജിദുകളും ഒരുങ്ങി. ദൈവിക പരീക്ഷണത്തിന് മുകളിൽ അടിമ വിജയിച്ചതിന്റെ ആഘോഷമാണ് ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും നേരിട്ട ആത്മത്യാഗങ്ങൾ ഹജ്ജിന്റെ ത്യാഗനിർഭരമായ പശ്ചാത്തലത്തിൽ പെരുന്നാളിന് വിശ്വാസികൾ അനുസ്മരിക്കും. ദൈവകൽപ്പന മാനിച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ മകനായ ഇസ്മായിലിനെ ബലിയറുക്കാൻ തുനിയുകയും പ്രവാചകന്റെ ത്യാഗം കണ്ട് മകനു പകരം ആടിനെ ബലിയിറക്കാൻ ദൈവം നിർദ്ദേശിച്ചു എന്നുമാണ് വിശ്വാസം. ഇതിന്റെ പ്രതീകമായി പെരുന്നാൾ ദിവസം വിശ്വാസികൾ നിസ്കാരശേഷം മൃഗബലി നടത്തി ദാനം ചെയ്യും. കുടുംബ വീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും വിശ്വാസികൾ പെരുന്നാൾ ആഘോഷമാക്കും. ബലിയർപ്പിക്കുന്നതിൽ എല്ലാ മുഅ്മിനീങ്ങളും പങ്കാളികളാവുകയും പാവപ്പെട്ടവർക്ക് അതിൻ്റെ മാംസം എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് സാഹോദര്യവും മഹത്വവും ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്ന അതിപ്രധാനപ്പെട്ട ദിനം കൂടിയാണ് ബലിപെരുന്നാൾ ദിവസം. ദിവസങ്ങളായി തുടരുന്ന ഹജ്ജിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നാൾ വിപണിയും സജീവമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.